ഞാൻ പ്രിൻസിപ്പൽ ചേംബറിലിരിക്കുമ്പോൾ ആ കോളേജിലെ ഒരു ഉദ്യോഗസ്ഥൻ കടന്നു വന്നു. ടീച്ചർ, എനിക്കൊരു 100 രൂപ തന്ന് സഹായിക്കുമോ? ഞാൻ അന്തം വിട്ടുപോയി. ഒരു ഉദ്യോഗസ്ഥൻ വന്ന് 100 രൂപ ചോദിക്കുക. അതിൻ്റെ പിന്നാമ്പുറങ്ങൾ അന്വേഷിച്ച് പോയതാണ് ഈ വീഡിയോ. ഈ വീഡിയോയിൽ ആ സംഭവങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളത് ഈ വീഡിയോയിലൂടെ ഞാൻ ആ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ്. ഹായ്, ഞാൻ സഫി ടീച്ചർ. ഒരു ദിവസം ഞാൻ ചേംബറിലിരിക്കുമ്പോൾ രാവിലെ ഓഫീസ് ടൈം, ഓഫീസ് സ്റ്റാർട്ട് ചെയ്തു. ഒരു 9:30-10 മണിയൊക്കെ ആയിട്ടുണ്ടാവും. ഒരു ഉദ്യോഗസ്ഥൻ എൻ്റെ അടുത്തെത്തി. വളരെ വിഷമത്തോടെ, ടെൻഷനോടെ, അസ്വസ്ഥനായിട്ട് എൻ്റെ അടുത്തെത്തിയിട്ട് പറഞ്ഞു, ടീച്ചർ, എനിക്ക് ശമ്പളം കിട്ടിയിട്ട് ഒരുപാട് നാളായി. എൻ്റെ ശമ്പളം കിട്ടുന്നില്ല. ടീച്ചർ, എനിക്കൊരു 100 രൂപ തന്ന് സഹായിക്കും. എൻ്റെ കുഞ്ഞിന് മരുന്ന് വാങ്ങാനാണ്. എനിക്ക് ഒരുപാട് നാൾ കാത്തിരുന്ന് കിട്ടിയ ഒരു മോനാണ്. അവന് സുഖമില്ല. കൊച്ചുകുട്ടിയാണ്, 1 വയസ്സേ ഉള്ളൂ. അപ്പോൾ എനിക്ക് അവന് മരുന്ന് വാങ്ങാൻ ടീച്ചർ എനിക്കൊരു 100 രൂപ തന്ന് സഹായിക്കുമെന്ന് ചോദിച്ചു. എനിക്കാണെങ്കിൽ വല്ലാത്ത വിഷമമായി. ഒരു ഉദ്യോഗമുള്ള ഒരാളിന് 100 രൂപ ചോദിക്കേണ്ട സാഹചര്യം എങ്ങനെ ഉണ്ടായി? അതെന്തുകൊണ്ടങ്ങനെ ആ ഒരു പരിതസ്ഥിതിയിലേക്ക് നീങ്ങി? എനിക്കത് അറിയണമെന്നുള്ള വാശിയായി. ഏതായാലും ഞാൻ അദ്ദേഹത്തിന് 500 രൂപ എടുത്തു കൊടുത്തു. എന്നിട്ട് പറഞ്ഞ് തിരിച്ചു കൊണ്ട് തരണം എന്നും പറഞ്ഞിട്ട് കൊടുത്തു. കാരണം ഇത് പറ്റിപ്പാണോ, ഇത് എന്നെ കബളിപ്പിക്കുന്നതാണോ, ഇങ്ങനെയൊക്കെ ആളുകൾ സമൂഹത്തിലുണ്ട്. അവിടുത്തെ ഉദ്യോഗസ്ഥൻ തന്നെയാണോ, അതൊക്കെ അറിയണ്ടേ. അങ്ങനെ ഞാൻ എന്തായാലും വിശദമായിട്ട് ചോദിച്ചറിഞ്ഞു. ഡിപ്പാർട്ട്മെൻറ്റും പോസ്റ്റും എല്ലാം മനസ്സിലാക്കി വെച്ചു. ഞാൻ ഇന്ന ഡിപ്പാർട്ട്മെൻറ്റിലെ ആളാണ്, ഇന്നതാണ് എൻ്റെ പേര് എന്നൊക്കെ പറഞ്ഞു. ഞാൻ 500 രൂപ കൊടുത്തു. അപ്പോൾ എന്നിട്ട് ഞാൻ കാര്യങ്ങൾ അന്വേഷിച്ചു. എന്തുകൊണ്ട് ശമ്പളം കിട്ടുന്നില്ല? അത് ലോൺ എടുത്ത റീപേയ്മെൻറ്റ് മുടങ്ങി. അപ്പോൾ ബാങ്കുകാർ ജപ്തി നോട്ടീസ് അയച്ചു. ജപ്തി നോട്ടീസിന് ക്യാഷ് വളരെ നാൾ കിടന്ന് വളരെ പാടുപെട്ട് ബന്ധപ്പെട്ടൊക്കെ അതിൻ്റെ ക്യാഷ് പലതവണയായിട്ട് അടച്ച് ക്ലിയർ ചെയ്തു എന്നുള്ള സർട്ടിഫിക്കറ്റ് അവിടെ നിന്ന് വാങ്ങിച്ച് ഇദ്ദേഹം പോയി വാങ്ങിച്ച് ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കണം ഈ കോളേജിൻ്റെ ഓഫീസിൽ. അത് താമസിക്കുന്നത് കൊണ്ടാണ് ശമ്പളം കിട്ടാത്തത്. അപ്പോൾ ഞാനിരുന്ന് ആലോചിച്ച് നോക്കി. ശമ്പളം കൊടുക്കേണ്ടത് എൻ്റെ ഓഫീസാണ്. അതിനെന്ത് പ്രതിബദ്ധതയാണോ ഉള്ളത്, അവിടത്തേക്ക് അപേക്ഷ അയക്കേണ്ടതും കത്തയക്കേണ്ടതും അതിൻ്റെ എഴുത്തുകുത്തുകൾ നടത്തേണ്ടതും ഓഫീസാണ്. അയാളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിന്ന് പറയുന്നത് അവിടെ ചെന്ന് പറഞ്ഞ്, അവിടെ നിന്ന് സ്പീഡപ്പ് ചെയ്ത് തരൂ എന്ന് പറഞ്ഞ്, തിരിച്ചിവിടെ വന്ന് പറഞ്ഞ്, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനേ പറ്റൂ. ഈ 2 ഓഫീസുകളുമാണ് അതിന് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത്. അങ്ങനെ ഞാൻ എൻ്റെ ഓഫീസിലെ സൂപ്രണ്ടിനെ വിളിച്ചു. ഇതാരാണ്, എന്താണ്, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പ്രശ്നം എന്ന് അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തിന് ലോണുണ്ട്. ലോൺ ക്ലോസ് ചെയ്തിട്ട് ആ പേപ്പർ ഇതുവരെ വാങ്ങിച്ചുകൊണ്ട് വന്ന് കൊടുത്തില്ല. ശരിക്കും ആ പേപ്പർ ആ ഓഫീസിൽ നിന്ന് ഇവിടത്തേക്ക് അയക്കേണ്ടതാണ്. അതുകൊണ്ട് കൊടുത്തില്ല. അദ്ദേഹത്തിന് ശമ്പളം കൊടുക്കേണ്ടത് നമ്മുടെ ഓഫീസാണ്. അത് നമ്മുടെ ചുമതലയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പൈസ അടച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രസ്തുത ഓഫീസിലേക്ക് വിളിച്ചിട്ട് അവിടെ നിന്ന് അത് ക്ലിയർ ചെയ്ത് തരാൻ പറയണം. തടസ്സങ്ങൾ നീക്കി അവിടെ നിന്നുള്ള പേപ്പർ ഫോർവേഡ് ചെയ്ത് തരാൻ പറയണം. അപ്പോൾ പറഞ്ഞ് അത് അവിടെ നിന്ന് അവർ അയക്കാമെന്ന് പറയുന്ന, അല്ലാതെ ഇതുവരെ അയച്ചിട്ടില്ല. അയക്കാൻ താമസിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തോട് പോയി വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പോയിട്ട് അത് കിട്ടിയില്ല. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് ഈ എഴുത്തുകുത്തുകളിൽ താമസിക്കുന്ന കാരണം ഈ മനുഷ്യന് ശമ്പളം കിട്ടുന്നില്ല. അപ്പോൾ അത് 1-2 മാസമൊന്നും അല്ല കേട്ടോ, കുറേ നാളായിട്ട് ശമ്പളം കിട്ടാതെ അദ്ദേഹം വശം കെടുകയാണ്. ഏതായാലും ഞാൻ ചാർജ് എടുത്ത ഒരു മാസത്തിനകത്തായിരുന്നു ഈ ഇൻസിഡൻറ്റ്. അപ്പോൾ എനിക്കതുകൊണ്ട് അറിയാനും പറ്റിയില്ല എത്ര നാളായിട്ട് ശമ്പളം കിട്ടുന്നില്ല എന്നോ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇൻസിഡൻ്റ് ഉള്ളതോ എനിക്കറിയാനും പറ്റിയില്ല. ഏതായാലും ഞാൻ അങ്ങനെ ഒരു നിർദ്ദേശം കൊടുത്തു. ആ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട്
ആ പേപ്പർ വാങ്ങാൻ പറഞ്ഞു. പറ്റിയില്ലെങ്കിൽ, തരുന്നില്ലെങ്കിൽ എന്നെ അറിയിക്കാൻ പറഞ്ഞു. എന്താ അവരുടെ നമ്പരും ഫോൺ നമ്പറും ഡീറ്റെയിൽസും ഒക്കെ ഇങ്ങ് തരൂ, ഞാനൊന്ന് ബന്ധപ്പെടാമെന്ന് പറഞ്ഞു. അങ്ങനെ ഏതായാലും ഒരു വിത്തിൻ 1 വീക്ക് ആ പേപ്പർ ശരിയാക്കി എടുത്തു. ഓഫീസിൽ നിന്ന് തന്നെ മുൻകൈ എടുത്ത്, കോളേജ് ഓഫീസിൽ നിന്ന് തന്നെ മുൻകൈ എടുത്ത് ആ പേപ്പർ വരുത്തി. അതിൻ്റെ ഫയൽ വർക്കുകളൊക്കെ കഴിഞ്ഞു. അദ്ദേഹത്തിന് ശമ്പളം എഴുതി, ശമ്പളം കൊടുത്തു. ശമ്പളം കിട്ടിയപ്പോൾ എൻ്റെ 500 രൂപ തിരിച്ചു കൊണ്ടുവന്ന് തരുകയും ചെയ്തു. അപ്പോൾ ഇതിനകം ഇദ്ദേഹത്തിന് ഈ 500 രൂപയും ചോദിച്ച ദിവസം ഞാൻ കൊടുത്തിട്ട് ഞാൻ മിണ്ടാതിരുന്നില്ല. ഞാൻ ഇത് ആരാണ് എന്താണെന്ന് തിരക്കി പ്രസ്തുത ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അങ്ങ് പോയി. എൻ്റെ ഓഫീസിലെ അത്യാവശ്യം പണികളൊക്കെ തീർത്തിട്ട് ഞാൻ അവിടേക്ക് പോയി. എനിക്കതൊന്ന് അറിയണമായിരുന്നു. എന്താണ് ഇദ്ദേഹത്തിന്, എന്ത് സംഭവിച്ചു? ഒരു ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും വിചാരിക്കുന്നത് അവന് ശമ്പളമുണ്ട്, ആവശ്യത്തിന് ക്യാഷുണ്ട്, അതുകൊണ്ട് അവൻ സാറ്റിസ്ഫൈഡാണ്, അതിലവന് ജീവിക്കാം, അവൻ സന്തോഷവാനാണ്, സന്തുഷ്ടവാനാണ്. അവൻ്റെ ഡേ ടു ഡേ കാര്യങ്ങൾക്ക് എത്ര ചെറിയ ശമ്പളമാണെങ്കിലും അതിനകത്ത് അതിനനുസരിച്ച് ജീവിക്കാൻ അവൻ ബാധ്യസ്ഥനാണ്. അവൻ അതിന് പഠിക്കണം, വരവിനനുസരിച്ച് ചിലവ് ചെയ്ത് ജീവിക്കണം. ഇനി മദ്യപിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ അനധികൃതമായിട്ട് ശമ്പളം കളയുകയാണോ? എൻ്റെ മനസ്സിൽ 100,000 ചോദ്യങ്ങൾ ഉണർന്നു. എന്നെ പറ്റിച്ചതാണോ? എന്തായിരുന്നു അതിൻ്റെ പിന്നാമ്പുറമെന്ന് തിരക്കി ഞാനപ്പോൾ തന്നെ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി. വളരെ കൂളായിട്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി കാര്യങ്ങളൊക്കെ, അവരുടെ വിശേഷങ്ങളൊക്കെ തിരക്കി. ഞാനൊരു മിക്കവാറും ഒക്കെ ഞാൻ ചെക്കിങ്ങിന് പോവും. ആ കൂട്ടത്തിൽ കൂടെ തന്നെ വേറെ ആരും മനസ്സിലാകാത്ത വിധം നൈസായിട്ട് ഇദ്ദേഹത്തെ പറ്റിയൊക്കെ അന്വേഷിച്ചു, രജിസ്റ്ററൊക്കെ നോക്കി, പേരൊക്കെ കണ്ടുപിടിച്ചു. അദ്ദേഹത്തിൻ്റെ സ്വഭാവ രീതികളൊക്കെ പലരോടായിട്ട് ചോദിച്ചു മനസ്സിലാക്കി. അപ്പോൾ അദ്ദേഹം ഒരു സാധുവാണ്. അല്പ കൃഷിയും ഫാമും കന്നുകാലികളും ഒക്കെ ആയിട്ടൊരു ബന്ധപ്പെട്ടൊരു ജീവിതം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം ജോലികൾ ഒതുക്കിയിട്ട് വീടും അടുത്താണ്, ഓടി വീട്ടിൽ പോകും, തിരിച്ചു വരും. അങ്ങനെ ഒക്കെയാണ് അദ്ദേഹത്തിൻ്റെ ദിനചര്യകൾ. അപ്പം ഞാൻ തിരക്കി ചെല്ലുമ്പോൾ അദ്ദേഹം അവിടെ ഇല്ല. ആ കിട്ടിയ 500 രൂപയും കൊണ്ട് വീട്ടിൽ പോവുമായിരുന്നു. ഏതായാലും ഞാൻ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് മടങ്ങി എൻ്റെ മറ്റു ഡ്യൂട്ടികൾക്ക് പോയി. ശമ്പളം കിട്ടിയപ്പോൾ എനിക്ക് തിരിച്ചു കൊണ്ടു തന്ന് ഒരു താങ്ക്സും പറഞ്ഞു. അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഒരു ഉദ്യോഗസ്ഥന് ശമ്പളം കിട്ടാൻ അദ്ദേഹത്തിന് ബന്ധപ്പെട്ട പേപ്പറുകൾ അദ്ദേഹം നീക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ, റെഡിയാക്കി ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, പിന്നെ അദ്ദേഹത്തിനൊന്നും ചെയ്യാനില്ല. ബന്ധപ്പെട്ട ഓഫീസുകളാണ് അത് ശരിയാക്കി കൊടുക്കേണ്ടത്. ഏത് ഓഫീസിലാണോ ലോണിൻ്റെ പേപ്പറുകളൊക്കെ ക്ലിയർ ചെയ്തത്, ആ ഓഫീസുകാർ സമയബന്ധിതമായി അദ്ദേഹത്തിന് ക്ലിയറൻസ് കൊടുക്കണം. ആ പേപ്പർ അദ്ദേഹത്തിൻ്റെ ശമ്പളം ഇഷ്യൂ ചെയ്യുന്ന ഓഫീസിലെത്തണം. ശമ്പളം ഇഷ്യൂ ചെയ്യുന്ന ഓഫീസുകാർ എത്രയും പെട്ടെന്ന് ആ ഫയലിന്മേൽ നടപടിയെടുത്ത് അദ്ദേഹത്തിന് ശമ്പളം കൊടുക്കണം. ശമ്പളം ഔദാര്യമല്ല, അദ്ദേഹം ജോലി ചെയ്യുന്നതിൻ്റെ അർഹതപ്പെട്ട ശമ്പളമാണത്. അദ്ദേഹത്തിൻ്റെ അർഹതയുള്ള തുകയാണത്. അത് എത്രയും പെട്ടെന്ന് കൊടുക്കണം. അതിവിടെ 1-2 മാസമോ അല്ല മുടങ്ങിയിരിക്കുന്നത്, മാസങ്ങളോളം മുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡേ ടു ഡേ കാര്യങ്ങളിൽ ആകെ ഇത് മാത്രം ആശ്രയിച്ച് കഴിയുന്ന ഒരു വ്യക്തിയെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു കുടുംബം, ഒരാൾ മാത്രം വരുമാനമുള്ള കുടുംബത്തിന് ആ ശമ്പളം മുടങ്ങിയാൽ എന്ത് ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത് ആ ഓഫീസിലുള്ള ശമ്പളം കൊടുക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരറിയണം, പ്രിൻസിപ്പാൾ അറിയണം. മറ്റേ ഓഫീസിൽ അദ്ദേഹത്തിൻ്റെ ശമ്പളത്തിന് വേണ്ട പേപ്പറുകളെല്ലാം ശരിയാക്കി തന്നിട്ടുണ്ട്. നമ്മളിനി എത്രയും വേഗം അദ്ദേഹത്തെ അതിൽ നിന്ന്, ആ ലോണിൽ നിന്ന് വിമുക്തനാക്കി ശമ്പളം കിട്ടാൻ വേണ്ട ഏർപ്പാട് ചെയ്തു കൊടുക്കണമെന്ന് അവിടെ ഇരിക്കുന്ന മനുഷ്യ കുഞ്ഞുങ്ങളും ശ്രദ്ധിക്കണം. ഈ ഓഫീസിലുള്ള മനുഷ്യസ്നേഹികളായിട്ടുള്ളവരും ചിന്തിക്കണം. അവിടെയൊക്കെ നമുക്കൊരു മനുഷ്യപ്പറ്റ് വേണം. നമ്മൾ വെറും ഉദ്യോഗവും ഫയലും കടലാസും പേപ്പറും ഔദ്യോഗിക പദവികളുമായിട്ടിരുന്നാൽ പോരാ. നമുക്കൊരു മനുഷ്യപ്പറ്റ് കൂടി വേണം, ഒരു മാനുഷിക മുഖം കൂടി വേണം. പലപ്പോഴും അത് നഷ്ടപ്പെട്ടു പോകും. അങ്ങനെ ആ വ്യക്തിയുടെ പ്രയാസങ്ങളും ആ ശമ്പളം കിട്ടാനുണ്ടായ ബുദ്ധിമുട്ടുകളും പരിഹരിച്ചെടുത്തു. അതുപോലെ ഒരുപാട് ഇൻസിഡൻസ് എനിക്ക് ആ കോളേജിലിരുന്ന് ചെയ്യാനുണ്ടായിരുന്നു. നമ്മുടെ സമയബന്ധിതമായ പെരുമാറ്റം, ഇടപെടൽ ഒരു ജീവിതം തന്നെ മാറ്റിമറിക്കും.
ഒരുപക്ഷെ പിന്നെ ഈ സാമ്പത്തിക ബുദ്ധിമുട്ട് അങ്ങനെ തുടർന്ന് പോയ അയാൾ എന്തെങ്കിലും അരുതായിക എന്തെങ്കിലും ചെയ്തു കളഞ്ഞാൽ പിന്നെ നമ്മൾ ശമ്പളം കൊടുത്തിട്ട് കഥയുണ്ടോ? അതിനെപ്പറ്റി പരിതപിച്ചിട്ട് കഥയുണ്ടോ? അയാൾക്ക് നമ്മൾ ആദരാഞ്ജലികൾ അർപ്പിച്ചിട്ട് കഥയുണ്ടോ? അപ്പോൾ അവിടെ അങ്ങനെയല്ല. നമ്മൾ ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത് ഓരോ ഫയലുകളുമാണ് നമ്മുടെ മുൻപിലുള്ളത്. ഫയലെന്ന് പറയുന്ന ഓരോ ജീവിതമാണ്. ആ ജീവിതം കരുപിടിപ്പിക്കാനാണ് അവർ ഡെയിലി രാവിലെ വന്ന് ജോലി ചെയ്ത് മടങ്ങിപ്പോകുന്നത്. അതിൻ്റെ മെറിറ്റും ആത്മാർത്ഥതയും സൗഹൃദപരമായിട്ടും ഒരു സമീപനം അവരോടും നമുക്ക് വേണം, നമ്മുടെ സഹപ്രവർത്തകരോട്. ഇതാണ് ഈ വീഡിയോയിലൂടെ എനിക്ക് പറയാനുള്ളത്. ഈ ഇൻസിഡൻറ്റിൽ നിങ്ങളെന്ത് മനസ്സിലാക്കി? നമ്മുടെ ഉദ്യോഗസ്ഥരുടെ ചെറുതായിട്ടെങ്കിലുമുള്ള വീഴ്ചകളാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അത് എന്നെ കേൾക്കുന്ന ആരും തന്നെ ഔദ്യോഗിക ജീവിതത്തിൽ മറ്റുള്ളവരുടെ കാര്യങ്ങൾ വെച്ച് പന്താടരുത്. മറ്റുള്ളവരുടെ ഫയലുകൾ അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ ഫയലുകൾ, അത് ഉദ്യോഗസ്ഥരുടേതാകട്ടെ, ബഹുജനത്തിൻ്റെതാവട്ടെ, പൊതുജനത്തിൻ്റെതാവട്ടെ, അല്ലെങ്കിൽ ഓഫീസ് മാറ്റേഴ്സ് ആകട്ടെ, സമയബന്ധിതമായി അതിനൊരു തീരുമാനം കണ്ടുപിടിക്കണം. ചെയ്തതുമായി ചെയ്യാത്തതുമായി ഫലത്തിൽപ്പെടാത്തതുമായി ആർക്കാനും വേണ്ടി എന്തെങ്കിലും ചെയ്തു തീർക്കുന്ന ഒരു സെറ്റപ്പ് നമ്മൾ ഉദ്യോഗസ്ഥരുടെ ഇടയിൽ നിന്ന് വരരുത്. നമ്മൾ ആർക്ക് വേണ്ടി പണിയെടുക്കുന്നോ അത് അവർക്ക് എത്രയും പെട്ടെന്ന് അവർക്കത് ഉപയോഗപ്പെടാൻ പാകത്തിന് നമ്മൾ ആ ഫയലുകൾ കൈകാര്യം ചെയ്ത് വേണ്ട വിധം അത് നീക്കി കൊടുക്കണം. ഈ അനുഭവത്തിൽ, ഈ വിഷയത്തിൽ, അല്ലെങ്കിൽ ഇത് കൈകാര്യം ചെയ്ത രീതിയിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ അനുഭവം വന്നിട്ടുണ്ടോ? അവിടെ പരിഹരിച്ചു തന്നോ? എങ്ങനെയായിരുന്നു അത് പരിഹരിച്ചത്? ഓർമ്മയുണ്ടോ? നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.